തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡിൽ മേറ്റുമാർ പണി എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു റിപ്പോർട്ടിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓരോ സെറ്റ് മസ്റ്ററോളും തീരുന്ന സമയത്ത് അതിൽ എത്ര പണി തൊഴിലാളി ചെയ്തു എന്നുള്ളത് അവരെ തൊഴിൽ കാർഡിൽ രേഖപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു റിപ്പോർട്ട് നോക്കിയിട്ടാണ് നിങ്ങൾ തൊഴിലാളിക്ക് പണി എഴുതി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ NREGA റിപ്പോർട്ട് കേരള എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് വിൻഡോ ഓപ്പണായി വരും. അതിൽ നമുക്ക് ആദ്യം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക്, അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത്. ഇത്രയും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പഞ്ചായത്തിൻ്റെ റിപ്പോർട്ട് ഓപ്പണായി വരും. വർക്ക് കോഡ് കൃത്യമായി ഓർമ്മിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് റിപ്പോർട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് R3 വർക്ക് എന്നുള്ള ഹെഡിൽ നാലാമത്തെ ഓപ്ഷനായ വർക്ക് വൈസ് കൺസോളിഡേറ്റ് റിപ്പോർട്ട് ഓഫ് പേയ്മെൻറ്റ് വർക്കറാണ് സെലക്ട് ചെയ്യേണ്ടത്. തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡിൽ പണിയുടെ എണ്ണം എഴുതി കൊടുക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതാണ്. ഇവിടെ കാണിച്ചിട്ടുള്ള സെർച്ച് ബാറിൽ നമ്മുടെ വർക്ക് കോഡ് നമുക്കറിയാവുന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വർക്ക് കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ആ സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ വർക്ക് ലോഡായി വരും. സെലക്ട് എന്നുള്ള ബാറിൽ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ താഴെ വർക്ക് ലോഡ് കാണിക്കുകയാണെങ്കിൽ ആ വർക്ക് ലോഡിൽ ഇതിൽ ടിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വർക്കിലുള്ള മുഴുവൻ തൊഴിലാളികളെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. തൊഴിൽ കാർഡ് നമ്പർ, തൊഴിലാളിയുടെ പേര്, മസ്റ്റർ റോൾ നമ്പർ, ആ മസ്റ്റർ റോളിൻ്റെ കാലാവധി, തൊഴിലാളിക്ക് അനുവദിച്ചിട്ടുള്ള തുക എന്നിവ നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ പറ്റും. മസ്റ്റർ റോളിൻ്റെ കാലാവധി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ റിപ്പോർട്ടിൽ ഡേറ്റാസ് അപ്ഡേറ്റ് ആകും. വർക്കിൻ്റെ പേര്, വർക്ക് കോഡ്, മസ്റ്റർ റോൾ നമ്പർ, അവരുടെ ആകെ എത്ര ദിവസം പണി ചെയ്തു, അതുപോലെ തന്നെ അവർക്ക് എത്ര തുക അനുവദിച്ചിട്ടുണ്ട്, ഇതിത്രയുമാണ് തൊഴിൽ കാർഡിൽ എഴുതി കൊടുക്കേണ്ടത്. തൊഴിൽ കാർഡിൻ്റെ ഓർഡർ അനുസരിച്ചാണ് ഇതിൽ പേര് വരുന്നത്. ഓരോ മസ്റ്ററോൾ തീരുമ്പോഴും മേറ്റുമാർ ഈ റിപ്പോർട്ട് നോക്കി തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡിൽ പണിയുടെ എണ്ണം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കും. ഒരു തൊഴിൽ കാർഡിൽ 2-3 പേര് പണിക്കിറങ്ങിയാലും അവരുടെ പേരിനനുസരിച്ച് തന്നെയായിരിക്കും അവരുടെ പണിയുടെ എണ്ണവും കാണിക്കുന്നത്. ആ മസ്റ്ററോൾ നമ്പർ കണക്കാക്കി എഴുതിയാൽ മതിയാകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് സ്പിൽ ഓവർ വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പണിയുടെ എണ്ണം ഇതിനകത്ത് കിട്ടില്ല. ഈ സാമ്പത്തിക വർഷത്തിലുള്ളത് മാത്രമേ ഇതിനകത്ത് കാണാൻ കഴിയുള്ളൂ. ഒരു തൊഴിലാളിക്ക് തൊഴിൽ കാർഡിൽ പണിയുടെ എണ്ണം എഴുതി കൊടുക്കുമ്പോൾ ഈ റിപ്പോർട്ട് കൂടി നോക്കുന്നതിന് മേറ്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വേറൊരു വർക്കും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. വർക്ക് കോഡ് മുകളിൽ ടൈപ്പ് ചെയ്ത് ആ സെർച്ച് ബാർ അമർത്തുമ്പോൾ തന്നെ നമുക്ക് താഴെ സെലക്ഷന് വേണ്ടി വരുന്നു. ആ വർക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ താഴെ അതിൻ്റെ ഫുൾ എക്സ്പെൻഡിച്ചറും കാണിക്കും. എല്ലാ തൊഴിലാളികളും ഒരു പണിയിൽ എത്ര ദിവസം പണിക്കിറങ്ങി, അതുപോലെ തന്നെ അവർക്ക് എത്ര തുക അനുവദിച്ചു എന്നുള്ളതെല്ലാം നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഞാനെടുത്ത ഒരു സ്പിൽ ഓവർ വർക്കിൻ്റെ ആയിരുന്നു, അതുകൊണ്ടാണ് അതിൽ എക്സ്പെൻഡിച്ചർ കുറച്ചുള്ളത്. ഈ പ്രവൃത്തിയിലെ പണികളെല്ലാം ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെയാണ് കഴിഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എക്സ്പെൻഡിച്ചറും കൂടുതലാണ്, തൊഴിലാളിക്ക് മാൻഡേഴ്സും കൂടുതൽ. ഈ റിപ്പോർട്ടിൻ്റെ ഏറ്റവും അവസാനം ഈ പ്രവൃത്തിയിലെ മുഴുവൻ മാൻഡേഴ്സും അതുപോലെ ഈ പ്രവൃത്തിയിൽ ആകെ ചിലവഴിച്ച തുകയും നമുക്ക് കാണാൻ പറ്റും.